Bouncing. Black Jesus. Esta es una serenata negra. ഞാൻ ബ്രോസ്. ഞാൻ ആരംഭിച്ച യോയോ ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനം ഇന്നാണ്. ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് കേരള രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായ ശ്രീമതി പത്മജ വേണുഗോപാൽ. എന്തായാലും മാഡം ഗംഭീരമായിരുന്നു ഉദ്ഘാടനം ചെയ്ത്. കറക്റ്റ് സമയത്ത് തന്നെ പലരും ചോദിച്ചു കറക്റ്റ് സമയത്ത് വരുമോ. എന്നെ വണ്ടി വിളിച്ചാൽ എനിക്ക് ഇത്ര അത്യാവശ്യം. അത് മാഡം ഒരു 5 മിനിറ്റ് കാര്യം മാഡത്തിന്റെ വണ്ടിയുടെ പുറകിൽ ആരോ വണ്ടി വന്നിട്ടുണ്ട് പാർക്കിംഗ്. അതൊന്ന് വിളിച്ച് നോക്കാം. ഞാൻ റെഡിയാക്കി തരാം. സ്വിച്ച് ഓഫ്. ഞാൻ എന്തായാലും ആളെ വിട്ടിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് വന്നതിന് വലിയ അനുഗ്രഹം. എനിക്ക് പേടിയായി രാഹുകാലം കഴിയുമോ ഇല്ലയോ. അപ്പൊ ഈ രാഹുകാലമൊക്കെ നോക്കിയിട്ടാണോ എപ്പോഴും ഇറങ്ങുന്നത് വീട്ടിൽ? അല്ല, അങ്ങനെയല്ല. നമുക്കതിൽ ഇതില്ലെങ്കിലും ഞങ്ങൾക്ക് രാഹുകാലം നോക്കാൻ പറ്റില്ല. പക്ഷെ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല ഒരു വിശ്വാസം. ആ വിശ്വാസത്തിന് ഒരിക്കലും ഞാൻ ഇതാക്കാറില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ രാഹുകാലത്തിന് മുമ്പെത്തും. അപ്പൊ എന്റെ ഒരു നല്ല കാലമായിരുന്നു കറക്റ്റ് സമയത്ത് വന്നു. എന്തായിരിക്കട്ടെ. ഇവിടെ പലർക്കും അതിശയം ഉണ്ടായിരുന്നു, പത്മജ എപ്പോഴും ഒരുങ്ങുമോ അതെന്താണ്. അല്ല, എപ്പോഴും ഞാൻ പറഞ്ഞില്ല ഒരുക്കമൊന്നും കാണില്ല. എന്നാലും നമുക്ക് അപ്പൊ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കുള്ള കളറാണല്ലോ. അത് സന്തോഷം. ഇങ്ങനെ വരുന്ന അതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും അങ്ങനെയല്ല തെറ്റിദ്ധാരണ മാറിക്കോട്ടെ വെച്ചിട്ടാണ് വരണത്. ഇപ്പൊ എനിക്കും ബോധ്യമായി. പിന്നെ കൂടുതൽ ഈ ചിരി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് കർണാൻ സാറിനെ സംബന്ധിച്ചോളം ആ ചിരി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരുപാട് മിമിക്രിക്കാർക്ക് അരി മേടിക്കാനുള്ള വകുപ്പ്. ഒരുപാട് പേര് ശരിക്കും ഇങ്ങനെയൊക്കെ ഈ മിമിക്രിക്കാര് അനുകരിക്കുമ്പോൾ ശരിക്കും ഉള്ളിൽ സന്തോഷം ഉണ്ടാകാറുണ്ടോ, അതോ ദേഷ്യം ഉണ്ടാകാറുണ്ടോ, സങ്കടം ഉണ്ടാകാറുണ്ടോ? ശരിക്കും ഇല്ല, ഒരു വികാരം തോന്നാറില്ല സത്യം പറയുകയാണെങ്കിൽ. പിന്നെ എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, റോട്ടിൽ പോകുന്ന ഒരാളെ പറ്റി വെറുതെ ആരും ഒന്നും പറയില്ല. അപ്പൊ നമ്മളിൽ പറയാൻ എന്തെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പ്രത്യേകിച്ച് പൊതുരംഗത്തിരിക്കുന്ന ഒരാളെ പറ്റിയിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആവും. അപ്പൊ എൻ്റെ അച്ഛൻ പൊതുവേ ഇത് പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളായിരുന്നു. അച്ഛൻ പറഞ്ഞ ഒരാൾക്ക് എനിക്ക് ജോലി വാങ്ങി കൊടുക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഒരു 10 പേര് ജീവിക്കണ്ടല്ലോ. അപ്പൊ അതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ അച്ഛനെ ഇതാക്കിയിട്ടുള്ള കോട്ടയം നസീറാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഉടനെ അച്ഛൻ അങ്ങോട്ട് ചോദിക്കാതാ എന്നെ ഏറ്റവും അനുകരിക്കുന്ന ആളല്ലേ. അപ്പൊ അതൊരു ദേഷ്യത്തിലല്ല കേട്ടോ, അത് നമ്മളൊക്കെ എൻജോയ് ചെയ്യണം. എൻ്റെ അച്ഛൻ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം, ഏതൊരു സ്ഥാനാർത്ഥിനെ പറ്റി ഒരിക്കലും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുത്. രാഷ്ട്രീയമായിട്ട് എത്ര വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം, വ്യക്തിപരമായിട്ട് പറയരുത്. ഒരിക്കലും വ്യക്തിപരമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരു എൻജോയ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പൊ കണ്ട അപ്പം അങ്ങ് മറക്കാം. ശരിക്കും അഭിനയം എന്ന് പറയുന്നത് സിനിമയിലാണോ രാഷ്ട്രീയത്തിലാണോ വേണ്ടത്? നമ്മുടെ ജീവിതത്തിലില്ലേ അഭിനയം? അതായത് ഇപ്പൊ സിനിമ എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്കൊന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഏറ്റവും കൂടുതൽ എന്താ പറയാ കുറ്റപ്പെടുത്തുന്ന ഒരു 2 രംഗങ്ങളാണ്. പക്ഷെ സാധാരണ നമ്മുടെ ജീവിതത്തിലായാലും നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും വിഷമിച്ചിരിക്കുമ്പോഴാവും ചിലപ്പോൾ ഏതെങ്കിലും ആൾക്കാർ വരിക. അപ്പം നമ്മൾ കരഞ്ഞ മുഖം അല്ലെങ്കിൽ സങ്കടത്തോടെ മുഖം നമുക്ക് പോകാൻ പറ്റില്ല, ഉടനെ നമ്മൾ ചിരിച്ച് അതൊരു അഭിനയമാണ്. അപ്പം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത്? ഇല്ല, കുട്ടിക്കാലത്ത് വിളിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്തുണ്ടായിരുന്നു, പക്ഷെ അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, അപ്പം നമ്മളൊക്കെ ഒരു പഴയ ഓർത്തഡോക്സ് ഫാമിലിയിൽ ഇതായിട്ടുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പം ഞാൻ എൻ്റെ മോളൊക്കെ ആയിരുന്നേ ചിലപ്പോൾ വിട്ടേനെ. കോളേജ് രാഷ്ട്രീയത്തിലൊക്കെ മാഡം ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കോളേജിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ KSUവിൻ്റെ യൂണിറ്റ് തുടങ്ങാൻ പലരും വന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു എന്നെ നിർത്തിയാൽ ചിലപ്പോൾ ജയിക്കുമായിരിക്കും, അതുകൊണ്ട് യൂണിറ്റ് തുടങ്ങണം എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവൾക്കുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോയ കാലഘട്ടത്തിലാണ് പിന്നെ അത് തുടങ്ങിയത്. അതുകൊണ്ട് കോളേജ് രാഷ്ട്രീയത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഈ പോലീസ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അച്ഛൻ ആഭ്യന്തരമന്ത്രിയൊക്കെയാണ് പോലീസ്. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും പോലീസിനെ കണ്ടാൽ പേടിയാണ്. കാരണം എന്താ പറയുക, അത് പോലീസിനെ പറ്റിയുള്ള ജനങ്ങളുടെ ഇടയിലൊരു പേടിയുണ്ട്, അത് മാറ്റണം. ശരിക്കും ഇതിപ്പോൾ നമ്മളാണെങ്കിലും ആവശ്യമില്ലാണ്ട് ഇപ്പോൾ പോലീസുകാരുടെ ഒരു ഭാഷയുണ്ട്, എടുത്ത് മാറ്റടാ അങ്ങനെ ഒരു അപ്പം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഭാഷ ഒന്ന് മാറ്റലാണ്. ഭർത്താവ് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് ശരിക്കും കുട്ടികളുടെ ഡോക്ടറാണ്. കുട്ടികളുടെ മനസ്സാണോ? കുട്ടികളുടെ മനസ്സുമാണ്. ഈ കുട്ടികളെ നോക്കുന്ന ഡോക്ടർമാർ പിന്നെ പ്രായാവലി അറിയും. ഞാൻ കുട്ടികളുടെ ഡോക്ടർമാരൊക്കെ നോക്കിക്കോളൂ. അതെനിക്ക് ഇവരൊക്കെ എപ്പോഴും മിങ്കിൾ ചെയ്യുന്നുണ്ടാകുന്നുണ്ട്. എപ്പോഴും സ്വഭാവം ചെറുപ്പായിരിക്കും, കാണാനും വലിയ കുഴപ്പമുണ്ടാവില്ല, ചെറുപ്പായിട്ടിരിക്കും. സ്വന്തം ഭർത്താവിനെ ഇതുപോലെ പൊതുവെ കണ്ടു നോക്ക. ഞാൻ എൻ്റെ ഭർത്താവിനെ വല്ല പൊതുവെ കുട്ടികളുടെ ഡോക്ടർമാരെ പറ്റിയിട്ട് ഞാൻ കാണുമ്പോൾ ഞാൻ പറയുന്ന ഒരു അഭിപ്രായമാണ്. കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകള് ആയിരുന്നു. അപ്പം ഈ സമയത്തൊക്കെ ഈ ചെറുക്കം കാണാൻ വരുമ്പോൾ എനിക്ക് ഈ സന്ദേശ സിനിമ ഓർമ്മ വരും. ഞാൻ ഈ സന്ദേശ സിനിമ കാണുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, പത്മജ മാഡത്തിന് ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ ഈ പെണ്ണ് കാണാനൊക്കെ വരുമ്പോൾ അതിൽ ശ്രീനിവാസൻ പറയേണ്ട ഡയലോഗുണ്ട്, ഞാൻ പലപ്പോഴും
എപ്പോഴും ഒളിവിലായിരിക്കും, അണ്ടർഗ്രൗണ്ടിലായിരിക്കും, വെടിയുണ്ട വരുമ്പോൾ വെടിയുണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ്. ശരിക്കും പെണ്ണ് കാണലിൽ വേണുഗോപാൽ സാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പലപ്പോഴും അന്ന് രാജ്യം കേസ് നടക്കുന്ന സമയമാണ്. അത് ശരി. അപ്പൊ ഈ പറഞ്ഞൊരു സാമ്യമുണ്ട്. അതായത് എൻ്റെ അച്ഛൻ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ജയിലിൽ പോവോ, കാരണം എനിക്ക് തോന്നണ അന്ന് മാർച്ച് 25-ാം തീയതിയാണ് കല്യാണം. മാർച്ച് 12-ാം തീയതിയാണ് അച്ഛൻ്റെ വിധി വരുന്നത്. അപ്പൊ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെല്ലാവരും ചോദിച്ചു, അല്ല ഇപ്പൊ കല്യാണമൊക്കെ തീരുമാനിച്ചു, കല്യാണത്തിന്റെ സമയത്ത് കരുണാകരൻ കല്യാണത്തിന് ഉണ്ടാവുമോ അതോ ജയിലിലായിരിക്കുമോ? അപ്പൊ ഡോക്ടറുടെ അച്ഛൻ വളരെ നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു എന്തായാലും മോള് ജയിലിൽ പോകില്ലല്ലോ, കല്യാണം കഴിക്കുന്നത് മകളെയാണ്. 12-ാം തീയതി വിധി വന്നു, അച്ഛനെ വെറുതെ വിട്ടു. വളരെ നന്നായി കല്യാണം നടന്നു. അന്ന് അച്ഛൻ, അന്നും എനിക്കൊന്ന് പ്രതിപക്ഷ നേതാവാണ് കേട്ടോ, ഒരു സ്ഥാനത്തും ഇരിക്കാണ്ടിരുന്നിട്ടില്ല ആള്, എപ്പോഴെന്തെങ്കിലും മാറി മാറി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടാവും. പക്ഷെ കാണാൻ വന്നപ്പോൾ എനിക്ക് പെണ്ണ് കാണാൻ വന്നതൊന്നും അറിയില്ലായിരുന്നു. എനിക്കന്ന് 10-18 വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഒരാൾ വന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആരോ പറയുന്നത് കേട്ടു പെണ്ണ് കാണാൻ വന്നത്. അത് കണ്ടത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നിറച്ച് പോലീസുകാരുടെ ഇടയിൽ എന്ത് പെണ്ണ് കാണില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമാണ്. സാധാരണ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് അറിഞ്ഞല്ല ടെൻഷനില്ല, പോയി കഴിഞ്ഞപ്പോഴാണ് പെണ്ണ് കാണാൻ വന്നതെന്ന് അറിഞ്ഞത്. പിന്നെ അറിഞ്ഞെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും, ഏതായാലും എത്ര ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളെ കുറച്ചും കൂടി, അന്നൊക്കെ നമുക്കൊരു ടെൻഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷെ എനിക്ക് അറിഞ്ഞില്ല, അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായില്ല. അപ്പം ചിരികൾ എന്ന് പറയുന്ന, ഇപ്പൊ ചിരിയെ കുറിച്ച് ഞാൻ എപ്പോഴും മുമ്പേ പറഞ്ഞു, പലതരമുള്ള ചിരികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇലക്ഷനൊക്കെ നിൽക്കാൻ നേരം ഇങ്ങനെ ആൾക്കാരെ കാണുന്ന ചിരിയുണ്ട്, പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഒരു ചിരി, സന്തോഷത്തിന്റെ ചിരി. ഒരേ മുഖമുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് സന്തോഷത്തിന്റെ ഒരു മുഖമാണ്. അപ്പൊ അത് പല ഭാഗങ്ങളിൽ കാണിക്കണമെന്ന് മാത്രം. ഇപ്പൊ നമ്മൾ ഭയങ്കര പരിചയമുള്ളവരെ കാണുമ്പോൾ ഉറക്ക ചിരിക്കും, അല്ലാത്തവരെ കാണുമ്പോൾ ചെറിയൊരു മന്ദസ്മിതായിരിക്കും. അല്ല, ഞാൻ പൊതുവെ എല്ലാവരെ കണ്ടാലും പരിചയമില്ലെങ്കിലും ചിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് പണ്ടേ എനിക്കൊന്ന് അച്ഛൻ്റെ നിന്ന് പകർന്നു കിട്ടിയിട്ടില്ല. അപ്പോൾ പക്ഷെ എല്ലാ ചിരിക്കും അതിന്റെ ഭംഗിയുണ്ട്. ചിരി എന്ന് പറയുന്നത് തന്നെ ഒരു ഭംഗിയാണ്. കാരണം എപ്പോഴും ഒരാൾ മുഖം വെറുപ്പിച്ചിരിക്കുന്ന ഒരാളെ കാണുന്നേക്കാളും നമുക്ക് സുഖം വളരെ പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ കാണുന്നത്. പിന്നെ ചേട്ടൻ മുരളി സാറിനെ പോലെ ഇപ്പോൾ നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്നൊക്കെ പറയാൻ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഈ വീട്ടിൽ വെച്ച് എന്തെങ്കിലും നേരത്തെ കൊച്ചിലേക്ക് അങ്ങനെ പറയും? ഞങ്ങളുടെ വീട്ടിൽ രാഷ്ട്രീയം അല്ലാണ്ടൊന്നും സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടില്ല. കാരണം അച്ഛൻ ഈ പറഞ്ഞ മാതിരി ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അച്ഛനെ പറ്റി ഒരു തമാശയായിട്ട് ആൾക്കാർ പറയണമെങ്കിൽ സത്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരിക്കൽ അച്ഛൻ ഇങ്ങനെ ടോയ്ലറ്റിലേക്ക് പോകാൻ നോക്കുമ്പോൾ ആരോ കൂടെ ചെന്ന് അച്ഛൻ പറഞ്ഞു, എനിക്കൊന്ന് ടോയ്ലറ്റിലൊന്ന് പൊക്കോട്ടെ, കാരണം അവിടെ വരെ കാര്യം പറയാൻ ആൾക്കാർ പോവാണ്. അപ്പൊ അങ്ങനെ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങളും കിടന്നുറങ്ങുണ്ടാവും. അച്ഛൻ്റെ റൂമിൽ കുട്ടികളായിരുന്നപ്പം. അപ്പോൾ പിന്നെ വലുതായപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും പ്രൈവസി കിട്ടിയത്. അതുവരെ ഈ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് വേറെ ഒന്നും കേട്ടിട്ടില്ല. സിനിമ അന്നേ വലിയ ഭ്രമ, വീട്ടിലെല്ലാവർക്കും സിനിമ കാണും. പിന്നെ വലുതായി പിന്നെ TV ഇങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമാണ്. പൊതുവെ കലാകാരന്മാരോട് ഭയങ്കര ബഹുമാനമുള്ളൊരു കുടുംബം എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനാണ് കൂടുതൽ അക്കാര്യത്തിൽ. സ്കൂൾ ജീവിതമായാലും കലാലയ ജീവിതമായാലും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ പാട്ടുകാരനായിരിക്കും, ആ സമയത്തൊക്കെ പാടുന്ന പാട്ടുകളുണ്ട്. ഏതൊക്കെ ടൈപ്പുള്ള നാടകങ്ങളാണ് ആ സമയത്ത് ചെയ്തത്? എനിക്ക് തോന്നുന്നത് അന്നത്തെ പെൺകുട്ടികളിൽ ഒരുവിധം ഹൈറ്റുള്ള ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് അധികം അന്വേഷണമാണ് കിട്ടുക. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഓർത്തിരിക്കുന്ന രസകരമായിട്ടുള്ള കാര്യം ദുഷ്യന്തന് ശകുന്തള. അപ്പോൾ മറ്റേ എത്രയോ കാലത്തിന് ശേഷം ശകുന്തളേനെയൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ശകുന്തളേനെ കണ്ടുമുട്ടുന്ന ഒരു രംഗമാണ്. അപ്പം ഞാൻ ഇന്നും നാടകത്തിന് പോകുന്നതിന് മുമ്പ് വീട്ടിൽ പറയും, വീട്ടിൽ നിന്ന് ആരും വരരുത്, കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനാണ്. അല്ലെങ്കിൽ ആരെ വെച്ച് ഞാൻ കാച്ചും, എനിക്ക് ഒരു പേടിയൊന്നുമില്ല. സ്റ്റേജ് ഫിയർ പണ്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ പണ്ടേ വികൃതിയായി പറഞ്ഞ മാതിരി എന്നെ ഇങ്ങനെ വെറുതെ ഇതാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ സത്യം ചെയ്തു ഞാൻ വരുമൊന്നുമില്ല നീ ഇതാ. അപ്പൊ ഞാനിങ്ങനെ നമ്മള് മാനിനെ പിന്തുടർന്ന് ഇങ്ങനെ വരുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ശകുന്തളേനെ കാണണം. ശകുന്തള എന്തോ എന്ന് പറഞ്ഞ ഞാൻ നോക്കിയത് നേരെ ഉണ്ട് എൻ്റെ ചേട്ടൻ മുമ്പിൽ ആ കസേരമേ ഇരിക്കുന്നു. അതോടെ എൻ്റെ ഡയലോഗ് മൊത്തം ഞാൻ മറന്നുപോയി. എനിക്ക് പക്ഷെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇതെടുത്തു. ഞാൻ പിന്നെ വീട്ടിലൊന്ന് ഭയങ്കര നെഞ്ഞത്തടിയും കരച്ചിലായിരുന്നു. ചേട്ടൻ അതൊരു തമാശക്ക് ഇതാണ്. പക്ഷെ എനിക്കത് പെട്ടെന്ന്, പിന്നെ എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റ് എൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ കുട്ടി പെട്ടെന്ന് അത് ടേക്കപ്പ് ചെയ്ത് അങ്ങനെ ഞാൻ വലിയ കൂവലൊന്നും കിട്ടാണ്ട് അന്നത്തെ ആർട്സ് കോളേജിൽ കുറേ ആമ്പിള്ളേരുണ്ടായിരുന്നു, എല്ലാവരും കൂടി കൂവി. അന്ന് ഞാൻ 9ാം 10ാം പഠിക്കുക. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ആ നാടകത്തിനെ പറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവം അതാണ്. രാജാവായിട്ട് വന്നിരിക്കുമ്പോൾ ശകുന്തള പെട്ടെന്ന് നോക്കിയത് നമ്മളിങ്ങനെ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ചേട്ടനെ കാണുമ്പോൾ, കാരണം ചേട്ടൻ പൊതുവേ ഭയങ്കര തമാശയാക്കല എല്ലാവരും. അങ്ങനെ ഒരു പൊതുവെ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്, അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു കഴിവുണ്ട്. എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുക. ആരെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നാൽ ചേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കും കുറേ നേരം. അപ്പം എനിക്കറിയാമോ പോയ ഇയാളുടെ കഷ്ടകാലമാണ്, കാരണം പോയ അയാളെ ഫുൾ ഇമിറ്റേറ്റ് ചെയ്ത് നശിപ്പിച്ചു. അപ്പം ഇതെന്നെ എന്നെയും പറയും. അപ്പം അതറിയണോണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ആരും വരരുത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യം ഞാൻ പ്രസംഗിക്കാൻ കയറിയപ്പോഴൊരു രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ചാലക്കുടിയിലാണ് ആദ്യം പ്രസംഗിക്കാൻ കയറുന്നത് എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ, ആദ്യമായിട്ട് അച്ഛൻ്റെ മുമ്പിൽ.
എന്നെ പ്രസംഗിക്കാൻ വിളിച്ചതും എനിക്ക് തുള്ളപ്പനി പിടിച്ച മാതിരി. കാരണം ഞാൻ നടന്നു പോയതാണോ ഡാൻസ് ചെയ്ത് പോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ അങ്ങനെ ഒന്നും പറയില്ല. കാറിൽ കയറിയപ്പോൾ എൻ്റെ അടുത്ത് വെച്ചു, നീ ഇത് പഠിച്ചിട്ട് പറഞ്ഞതാണോ അത് അറിയാണ്ടുള്ളെന്ന് വന്നാണോ? ഞാൻ പറഞ്ഞു പനമ്പള്ളി ഗോവിന്ദമേനെ പറ്റിയിട്ടാണ്, അച്ഛൻ്റെ ഗുരുവാണ്. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളും അതൊക്കെ വെച്ച് ഞാൻ തട്ടി വിട്ടതാണ് അച്ഛന്ന്. കുഴപ്പമില്ല. അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം. ഒരുപാട് സിനിമകൾ വേണം കാണാറുണ്ട്. എനിക്കൊന്നും തിയേറ്ററിലല്ല, അതല്ലാതെ തന്നെ വീട്ടിൽ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം പല സിനിമകൾ, ഇപ്പം ചില രാഷ്ട്രീയ സിനിമകളൊക്കെ ഉണ്ട്. ഇതിൽ നമ്മളൊരു ഇലക്ഷന് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ചുമതല ഏൽക്കുന്ന ആൾക്കാർ തോൽവി മറച്ചു വെക്കാനുള്ളൊരു ശ്രമമുണ്ട്. അതെനിക്കൊന്നും സന്ദേശ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ശങ്കരാടി ചേട്ടൻ അല്ലേ മാഡം? ഇപ്പൊ ഇതിനിടയ്ക്ക് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും ഇതിനെ പറ്റിയിട്ട് ഫേസ്ബുക്കിലും ഇതൊക്കെ കാര്യമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ഈ ശങ്കരാടി ചേട്ടൻ്റെ വോയിസ് നമ്മൾ ഇടുകയാണ്. അത് മാഡം ഒന്ന് അഭിനയിച്ച് കാണിക്കാം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമാണ്. ഇതിലേക്ക് വിളിച്ചപ്പോ ഇത്ര വലിയൊരു പാര കൊണ്ടാണ് ഞാൻ അറിഞ്ഞില്ല. നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് മാഡം ഒരുപാട് നാടകങ്ങളിലൊക്കെ ഉള്ള സമയത്ത്. ഇപ്പൊ എന്റെ യാതൊരു ടച്ചും ഇല്ല. അത് പ്രത്യേകിച്ച് ഈ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞാല് സാധാരണ നമ്മളൊന്നും ഉപയോഗിക്കുന്ന വാക്കുകളല്ല. ഇപ്പൊ എന്റെ അടുത്ത് ആരോ ചോദിച്ചു ഇലക്ഷൻ എന്ത് പറ്റി, നിങ്ങളുടെ കാൻഡിഡേറ്റ് തോറ്റല്ലോ. അപ്പൊ ഞാൻ തോറ്റല്ല, അപ്പുറത്തെ ആൾക്ക് കൂടുതൽ വോട്ട് കിട്ടിയോണ്ട് ഞങ്ങൾ തോറ്റുപോയി. ഇത് നമ്മൾ തമാശയെ കൂടെ പറയുന്നല്ലാണ്ട് ഇത്രയും കടുത്ത വാക്കുകളൊന്നും ഒരു പാർട്ടിയിലും ഇപ്പൊ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരെ കളിയാക്കുക എന്നുള്ളത് ഒരു നയമായിട്ട് സ്വീകരിച്ചിരിക്കുക. അതിൽ എനിക്ക് പ്രതിഷേധമുണ്ട്. സമയം വളരെ വൈകി. വണ്ടി ആരാണോ കൊണ്ടിട്ടേ അവിടെ? ഞാൻ ഒറ്റ ചോദിക്കാം. അത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കും. ഞാൻ ആളെ വിട്ടിട്ടുണ്ട് മാഡം, അത് മാറ്റിക്കൊള്ളൂ. അത് എന്തായാലും ആ കുറച്ച് സമയമെങ്കിലും സംസാരിച്ചിരിക്കാം. അല്ല മാഡം, ഈ ഞാൻ എപ്പോഴും നേതാക്കൾ പ്രത്യേകിച്ച് നമ്മുടെ മന്ത്രിമാരൊക്കെ സംസാരിക്കുമ്പോൾ ഈ പ്രസംഗം ഇങ്ങനെ എഴുതി വെച്ച് നോക്കിയാണ് വായിക്കാറുള്ളത്. അപ്പോൾ ഇവർ ഈ നോക്കി വായിക്കാൻ മുമ്പായിട്ട് എപ്പോഴെങ്കിലും ഇത് വായിച്ചിട്ടാണോ അവിടെ സംസാരിക്കുന്നത് അല്ലെ പ്രസംഗിക്കുന്നത്? ഇല്ല, അങ്ങനെ അധികം എഴുതി വായിക്കുന്ന നേതാക്കന്മാരെ പറ്റി ഞാൻ കേട്ടില്ല. പേര് പറഞ്ഞ് ഞാൻ പറയാം. കാരണം ഞാൻ കണ്ടിട്ടില്ല ആരും എഴുതി വായിക്കുന്നത്. എനിക്ക് തോന്നുന്ന കുറച്ചു കാലമായിട്ട് പ്രതിപക്ഷ നേതാവ് മാത്രം എഴുതി വായിക്കുന്നുണ്ട്. അദ്ദേഹം പ്രായത്തിന്റെ ഒരു ഇതുകൊണ്ടാണ്. അദ്ദേഹം മുമ്പ് നന്നായി പ്രസംഗിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ആരാണ് അങ്ങനെ ഒരു അബദ്ധം ഉണ്ടായിട്ട് കേട്ടിട്ടില്ല. പിന്നെ പ്രസംഗത്തിനിടയിൽ പല അബദ്ധങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് എഴുതി വായിക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ എഴുതി വായിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് ഞാൻ പറയണമെന്ന് കേക്കണി. എന്ത് 10 മിനിറ്റത്തെ കാര്യം നീ വന്നേ. നമസ്കാരം മാഡം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വരുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ പറയും പാർലറിലൊന്ന് കൊണ്ടുവരണം നീ മനുഷ്യൻ കൊണ്ടുവരൂല്ലെന്നേ. പോകാൻ പറ്റിയ അവസ്ഥയാണോ ഇത്? എന്താണ് പ്രശ്നം? എന്താണ്? അതെ, എനിക്കൊന്ന് പ്ലക്ക് ചെയ്യാൻ വേണം, ത്രെഡ് ചെയ്യാൻ വേണം. അതിനെന്താ ചെയ്യാം? രണ്ടും ഒന്ന് തന്നെയാണ്. പ്ലക്ക് ചെയ്യലും ത്രെഡ് ചെയ്യലും ഒന്ന് തന്നെയാണ്. അത് ഒരു സാധനം തന്നെ 2 പ്രാവശ്യം ചെയ്താൽ അവർക്ക് മതിയാവൂല. ഞാൻ ചോദിച്ചോട്ട് ഒരു കല്യാണം ആയാലും ഒരു 28 ആയാലും അല്ലെങ്കിൽ ബർത്ത്ഡേ ആയാലും അത് വല്ലപ്പോഴും കൊണ്ടുവന്ന് ഫേഷ്യൽ ചെയ്യണം അല്ലെങ്കിൽ പ്ലക്ക് ചെയ്യണമൊക്കെ ചെയ്യണമെന്നേ. അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലംബിംഗ് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അത് കല്യാണം 28 ആകുമ്പോഴത്തേക്ക് ഇതിപ്പോ ഇവക്കടെ അപ്പാപ്പനായിട്ട് ശ്വാസം വലിച്ച് കിടക്കുക ചാവാൻ വേണ്ടിട്ട് അവിടെ നിന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് വിളിച്ചപ്പോൾ അവൾ ഓടി ബ്യൂട്ടി പാർലറിൽ കയറിയേക്കണം. മാഡം കേൾക്കണം, അവിടെ എന്തോരം ആൾക്കാർ തന്നെ ഇത് കണ്ട ത്രെഡ് ചെയ്യണ്ടൊക്കെ അവിടെ പോയിരുന്നു. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് മരിച്ചു നല്ല കുട്ടി കരയുമ്പോ ഒരു മെനക്കിരിക്കട്ടെ. അങ്ങോട്ട് പോകും, അങ്ങോട്ട് കയറിക്കോളൂ. കേട്ടോ, 10 മിനിറ്റ് പോരാ. എന്റെ 10 വലിക്ക് തീരും. അങ്ങനെ കിടക്കണം. അന്നേരം 10 മിനിറ്റ്. പൊന്നു മാസം നിങ്ങൾ എങ്ങനെ നോക്കിയാൽ ഈ പ്ലംബിംഗ് വയറൊക്കെ ഏകദേശം എത്ര സമയം എടുക്കും? പ്ലംബിംഗ് വയറിങ്ങോ ഇപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കിടതാപ്പ് അതൊക്കെ ഇപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് തീർന്നുള്ളൂ. ഞാൻ അവിടെ അങ്ങനെ ഇരിക്കാലോ. ഇവിടെ അല്ല, എന്നാ വെളിയിൽ ചെയർ ഇട്ടിട്ടുണ്ട്. അവിടെ കുറെ മാഗസിനൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ പോയിരുന്നു വായിച്ചു. അവക്കകത്ത് ഞാൻ പുറത്തു പോകണല്ലേ. ഹലോ, അതെ ഇച്ചിരി പതിയെ വലിക്കാൻ പറയാട്ടാ. അവള് പ്ലംബിങ്ങിന് കയറിയിട്ടുള്ളൂ. 10 മിനിറ്റ് എടുക്കും. ഓക്കെ ഓക്കെ എളേപ്പാ. എതിർ സ്ഥലത്തുള്ള രാഷ്ട്രീയക്കാരുണ്ട്. ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂസിലൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറയുമ്പോൾ പോലും നേരിട്ട് കാണുമ്പോൾ ഇവരോടുള്ള സന്തോഷവും സ്നേഹവും കടപ്പാടും ഒക്കെ എങ്ങനെയാണ്? അയ്യോ, തീർച്ചയായിട്ടും നല്ല സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും.
രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യും, അത് കാര്യം വേറെ. പക്ഷെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ കുടുംബങ്ങളായിട്ടും ഇപ്പം എനിക്ക് തന്നെ അറിയാം, എൻ്റെ അച്ഛനും നയനാർ സാർ വളരെ അടുത്ത, ഇപ്പോഴും വൈഫുമായിട്ടൊക്കെ ഞങ്ങൾ വളരെ അടുപ്പം. എൻ്റെ അമ്മയായിട്ട് വലിയ അടുപ്പാണ്. പിന്നെ പൊതുവെ എല്ലാ പാർട്ടിയിലും അച്ഛന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. സുഹൃത്ത് ബന്ധം വേറെ. ഇവരെ തന്നെ ചിലപ്പോൾ പുറത്തിറങ്ങിയ രാഷ്ട്രീയമായിട്ട് അച്ഛൻ ചീത്ത വിളിക്കും, അത് കാര്യം വേറെ. പക്ഷെ അവര് തന്നെ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിന് വന്നാൽ അച്ഛനായിരിക്കും ചിലപ്പോൾ മുമ്പിൽ നിന്ന് അവരെ സഹായിക്കുന്നത്. അച്ഛൻ പറഞ്ഞാൽ അത് കുടുംബം ഇതാണ്. അതേമാതിരി കുടുംബത്തിനെ കുറ്റം പറയാൻ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. അച്ഛൻ പറയണ മകനായി മകളായി അവര് എന്ത് പഴച്ചു, കാരണം ഇപ്പം അച്ഛനെ നീ സെറ്റ് ചെയ്താൽ പോലും മക്കൾ എന്ത് പഴച്ചു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക്. പക്ഷെ അങ്ങനെ കാരണം എന്താ, ഞങ്ങളതൊക്കെ കുറെ സഹിച്ചിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്ന് വരണം. അതുകൊണ്ട് തന്നെ അച്ഛൻ അക്കാര്യത്തിലൊക്കെ, അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത്, ഞാൻ പൊതുവെ ടെൻഷൻ എടുക്കുന്ന ആളല്ല. അതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ എൻ്റെ ടെൻഷനുകൾ വീടിന് പുറത്ത് വെച്ചിട്ടേ വീടിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. വീടിൻ്റെ ഉള്ളിൽ പൊതുവെ രാഷ്ട്രീയം അധികം പറയില്ല. ഏറ്റവും എന്താ പറയണ്ടേ, ഏറ്റവും എന്താ പറയുക, രസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വീട്ടിലുണ്ടാക്കാൻ ഞങ്ങളൊക്കെ നോക്കാറുണ്ട്. ജ്യോതിഷക്കാരുണ്ടല്ലോ, അന്ധവിശ്വാസം, അതിലൊക്കെ ഒരുപാട് വിശ്വാസം ഉണ്ടോ? ഇല്ല, എനിക്ക് ദൈവവിശ്വാസം ഉണ്ട്, അന്ധവിശ്വാസങ്ങളില്ല. അച്ഛൻ ഇത്രയും ഒക്കെ രാഷ്ട്രീയത്തിൽ കളിക്കെങ്കിലും ഒരിക്കലും ജാതകം നോക്കി അദ്ദേഹം ഇങ്ങനത്തെ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു അച്ഛൻ. പറഞ്ഞാൽ അതിലപ്പുറം ഒരു ശക്തി ഇല്ല, അതിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നതാണ്. അല്ലാണ്ട് ജാതകത്തിൽ ഇങ്ങനെ സമയം ഇതാണെങ്കിലും അച്ഛൻ ഒരിക്കലും ഒന്നിനും പുച്ഛിക്കില്ല. ഇപ്പൊ ആശ്രമങ്ങളെ ആണെങ്കിലും ഒന്നിനും പുച്ഛിക്കില്ല. ഓരോരുത്തർക്കും അതിന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കും. പക്ഷെ സ്വന്തമായിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ട്, അതിനപ്പുറം അതിലേക്ക് ആരും കിടക്കാനായിട്ട് സമ്മതിക്കില്ല. പ്രോഗ്രാമൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ ഇതിൽ കുറച്ച് പ്രോഗ്രാമിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. നമ്മുടെ തിരുവ എതിർവ, D4 ഡാൻസ്, നേരെ ചൊവ്വേ, 113, അമല സീരിയൽ, അങ്ങനെ ഇത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരുടെ പേര് പറയും. അപ്പോൾ ആ പ്രോഗ്രാമിന് ആപ്റ്റായിട്ട് ആരുടെ പേര് പറയുന്നു അത് മാഡം പറയണം. അപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് PC ജോർജ് ആണ്. ഇതിൽ ഏത് പ്രോഗ്രാമായിട്ട് കമ്പയർ ചെയ്യാം? PC ജോർജ്, തിരുവ എതിർവ. ഓക്കെ ഓക്കെ. രണ്ടാമത്തെ പേര് നമ്മുടെ VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ പ്രത്യേക രീതിയാണ്. ഇപ്പൊ D4 ഡാൻസ് D4 ഡാൻസ്. അടുത്തത് K മുരളീധരൻ. അത് വേണോ? എന്നാലും സ്വന്തം ചേട്ടനായിട്ട് താങ്ങണമെന്ന്. അല്ല, ദുഷ്യന്തൻ ശകുന്തല എന്ന് പറയുമ്പോൾ ചേട്ടൻ കൈ കാണിച്ചു ഒരു ചെറിയ പണി കൊടുക്കാം. നേരെ ചൊവ്വേ. ഓക്കെ. അടുത്തത് MM മണി. ഏത് പ്രോഗ്രാമായിട്ട് നമ്മൾ ചോദിക്കാനില്ലേ? 113. ഓക്കെ. ഇനി അവസാനം ഞാൻ ചോദിക്കാൻ പോകുന്നത് പത്മജ വേണുഗോപാൽ. ചോദിക്കാണ്ടാമല, പാവം, ഒക്കെ സഹനശക്തിയുള്ള ഇത്രയും നല്ല ഒരാള്. അത് ഞാൻ തന്നെ പറയണ്ടേ. പിന്നെ സഹനശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണം ഇത്രയും നേരം മുമ്പിൽ ഇരുന്നില്ലേ ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അമല എന്നുള്ള പേരാണ് എനിക്ക് ചെയ്തത്. മാഡം, ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മൾ കരഞ്ഞു പോകുന്നൊരു സംഭവം ഈ സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ട് ബാലൻസ് കാണും. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ കറുപ്പ് വെളുപ്പൊക്കെ. മദ്യം നിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റിന്റെ കൂടെ അക്കാര്യത്തിൽ ഇന്ന് വരാൻ പറ്റില്ല മോളൂ. അത് നാളെ രാവിലെ മാഡം, ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മൾ കരഞ്ഞു പോകുന്നൊരു സംഭവം ഈ സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ട് ബാലൻസ് കാണുമ്പോൾ. ചിലരുടെ അക്കൗണ്ട് ബാലൻസ് അത് ശരിക്കുള്ള അക്കൗണ്ട് ബാലൻസ് ആണോ കാണിക്കുന്നത് ഈ ഇലക്ഷൻ നിൽക്കുന്ന? അല്ല, ഇപ്പൊ നമ്മള് ഇൻകം ടാക്സിൽ കാണിക്കുന്നത് കറക്റ്റ് ആയിരിക്കും, അതായിരിക്കും കാണിക്കുന്നത്. കാരണം ഇപ്പൊ എനിക്ക് എന്റെ പേരിൽ സ്വത്തില്ലെങ്കിലും ചിലപ്പോൾ എന്റെ ഭർത്താവ് നല്ല സ്വത്തുകാരനായിരിക്കും. അപ്പൊ അത് ശരിക്കും കാണിക്കേണ്ടി തന്നെ വരും. പിന്നെ അപ്പൊ അതുകൊണ്ട് ശരിക്കുള്ള തന്നെയായിരിക്കും. പിന്നെ അല്ലാത്തതുണ്ടോന്ന് അതിപ്പോ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ കറുപ്പ് വെളുപ്പൊക്കെ. അപ്പൊ അതിലേക്ക് ഞാൻ കിടക്കണില്ല. പക്ഷെ ഇൻകം ടാക്സിൽ കാണിക്കുന്ന കറക്റ്റ് ആയിരിക്കും, കാരണം അതിലൊരു വ്യത്യാസം വരാൻ പാടില്ല. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ഈ റാലികൾ, ഒരുപാട് റാലികൾ, ഇപ്പം കേരള യാത്ര, അങ്ങനെ ഒരുപാട് യാത്രകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റാലികൾ ഇങ്ങനെ മധ്യവിരുദ്ധ റാലികളൊക്കെ റാലികൾ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പോൾ മധ്യവിരുദ്ധ റാലി കണ്ടു. അപ്പം ഞാനിങ്ങനെ സൈഡിൽ നിന്നിട്ട്, ചേട്ടാ ഈ റാലിക്കൊക്കെ പോയാൽ വല്ലതും കിട്ടുമോ? അപ്പോൾ ഈ ഏറ്റവും പുറകിലാണ് വരുന്ന ചേട്ടൻ. അപ്പോൾ ചേട്ടനൊരു ചെറിയൊരു മണമുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു 250 രൂപയും കിട്ടും, ഒരു ഫുള്ളും കിട്ടും. ശരിക്കും റാലിക്കൊക്കെ വരുന്നത് ശരിക്കുള്ള അല്ല. ഇപ്പൊ ഓരോ പാർട്ടിയുടെ ആൾക്കാർ അനുഭവമുള്ളവരാ വരിക. അതിൽ പാർട്ടി മെമ്പേഴ്സ് ആവണമെന്നൊന്നുമില്ല. അതായത് ഇപ്പം നമ്മളിരിക്കുന്നതിൽ പലർക്കും പല രാഷ്ട്രീയ വിശ്വാസങ്ങളുണ്ട്. അതിപ്പോൾ ഞങ്ങൾ കോൺഗ്രസ് ആണെങ്കിൽ ഞങ്ങൾ വിളിക്കുന്ന ആളുകൾ അനുഭവമുള്ളവരായിരിക്കും. പക്ഷെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ? ഇപ്പം പലരും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്താണ് റാലിയെങ്കിൽ കാസർഗോഡ് തൊട്ട് ആൾക്കാർ തലേ ദിവസം രാത്രിയൊക്കെ അവർ വരിക. വഴുക്കി പുഴയിലിറങ്ങി കുളിച്ച് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരു 10% ഉണ്ടാവും
വെള്ളടിച്ച് എന്താ പറയണ ഒന്ന് വിളിക്കുമ്പോഴേക്കും തിരിച്ച് ഉത്തരം പറയുന്ന അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവും. അവരൊന്നും നമ്മൾ വിളിച്ചിട്ട് വരുന്നതല്ല, പക്ഷെ വിളിച്ചു വരുന്നവർ അനുഭവമുള്ളവർ തന്നെയാണ്. പിന്നെ ഈ മദ്യപാനം എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മദ്യം നിർത്തണം എന്നുള്ളത്. അത് നിർത്തണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മളൊക്കെ വല്ല മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ വനിതകളാന്നുള്ളൊരു ഇതും കൂടി ഉണ്ടാവില്ല അവരുടെ പെരുമാറ്റത്തിൽ. കാരണം നല്ല പൂസായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും 6 മണിയൊക്കെ ആകുമ്പോഴേ. അപ്പൊ എന്തൊക്കെയാ പറയാ, വളരെ മോശമായ രീതിയിൽ ഇതാക്കുക, വീട്ടിൽ ചെന്ന് സ്ത്രീകളുടെ അടുത്തത് കാണിക്കുക. അപ്പൊ മദ്യം നിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റിന്റെ കൂടെ അക്കാര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു വനിത എന്നുള്ള നിലയ്ക്ക്. അല്ല, അതെന്തായാലും നല്ല തീരുമാനമാണ്. കൂടുതലും അത് ഇപ്പോൾ കൂടുതലും എല്ലാ ആൾക്കാർക്കും ഒരു സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ഒരു മിനിറ്റ്, ഒരാൾ വരുന്നുണ്ട്, ജസ്റ്റ് ഒരു കസ്റ്റമർ. ഇപ്പോൾ വണ്ടി മാറ്റി തരാം. അവൻ എവിടെ പോകുന്നു? എവിടെ ഇപ്പൊ? വീട്ടില. ഞാനിവിടെ എത്തി. ഇന്നോ? ഇന്ന് വരാൻ പറ്റില്ല മോളൂ. അത് ഈ നാളെ രാവിലെ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിലാ. അതല്ലാന്നേ, അപ്പൊ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പില്ലേ, ഇവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പില്ലേ, അവിടെ തന്നെ ചേട്ടൻ. എൻ്റെ ചേട്ടൻ്റെ കാര്യം ഉണ്ടായിരിക്കും. ചേട്ടൻ പറ്റില്ലാന്നേ, ഞാൻ പറയുന്നത് കേക്ക്. തോന്നരുത്. ഒന്ന് നീ ഫോണിൽ സംസാരിക്കുക, ഇല്ല ഇവിടെ ഇറങ്ങിപ്പോ, അല്ല എനിക്ക് മുടി കട്ട് ചെയ്യാൻ അവസരം എന്താ? ചുമ്മാ വന്നപ്പോൾ മുതൽ മൊബൈൽ എടുത്തോണ്ട് സംസാരം തുടങ്ങിയതാ. ഞാൻ പിന്നെ വിളിക്കാട്ടോ. ഏടെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ ഫോണില്ലേ. അല്ല, അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് മുടിയാട്ടാഞ്ഞെന്ന് മനസ്സിലായി. അല്ല, അതല്ല, ഭർത്താവിനെ അറിയാം. ഗാനമേളൊക്കെ പോകുന്നുണ്ടോ ഇപ്പൊ? ഗാനമേളക്കൊന്നും പോവാറില്ലേ, പാട്ട് പാടാനൊക്കെ പോവാറുണ്ട്. അല്ല, വേണുഗോപാല്. സോറി മാഡം, ആൾക്കാരൊക്കെ വന്നു. ജോലിയുടെ ഭാഗമല്ല, അത് നടക്കട്ടെ. ആൾക്കാർ വരും, യോ സ്റ്റൈലിൽ കുറെ ആൾക്കാർ വരും. സോറി കേട്ടോ. അല്ല, സമയം കുറച്ച് വൈകി, വണ്ടി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ല, അല്ലെങ്കിൽ നമ്പർ തന്നാൽ ഞാൻ തന്നെ വിളിച്ചോളാം. നമ്പർ വേണോ? വേണം. 944661. വിളിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഞാൻ അല്ല, എന്നാലും പറയാം. 944662 62 94463. വിളിക്കേണ്ട ആരും ഇല്ല. അത് ഈ പറഞ്ഞ പോലെ ഇത്ര നേരമായിട്ട് പോയിട്ട് കാണുന്നില്ല. അല്ല, ഇത് ഇവിടെ തന്നെയാണല്ലോ ബെല്ലടിക്കുന്നത്. എങ്ങനെയാണ് അത്? ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. അല്ല, ഞാൻ ഇപ്പോൾ മാറ്റിത്തരാം മാഡം. വേറെ ഒന്നും അല്ല, അത് എൻ്റെ വണ്ടിയാണ് അവിടെ കിടന്നത്. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ വണ്ടി തന്നെ ക്രോസ് ചെയ്തിട്ടതാണ് കേട്ടോ. വണ്ടി തീർച്ചയായും. അപ്പോൾ എന്തായാലും മാഡം ഇവിടെ വന്ന് ഇങ്ങനെ ഷോപ്പിന് ഉദ്ഘാടനം ചെയ്ത് ഇത്രയും നേരം ഇരുന്ന് സംസാരിക്കാൻ അവസരം. ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്, ഇങ്ങനെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചിരുത്താൻ. അല്ല മാഡം, ഞാൻ അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ഇങ്ങനെയാണ് മാഡം. ഇവിടെ ഇങ്ങനെയാണ് മാഡം എന്നല്ല, ഇവിടെ ഇങ്ങനെയാണ് ബൈ.